യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല? ഇല്ല, ചെയ്തില്ല. വേഗം ചെയ്തോളൂ, വേഗം ചെയ്തോളൂ, വേഗം ചെയ്തോളൂ. തീർച്ചയായും സാർ. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരോ ഷോർട്ട് കട്ട്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കീബോർഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരുപാട് കീസ് കാണാം. കൺട്രോളുണ്ട്, ആൾട്ട്, F1, F2, ക്യാപിറ്റൽ, ടാബ്, ഒരുപാട് കീസ് നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാം, കീബോർഡിൽ കാണാം. അപ്പം നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് നമുക്ക് വേഗം പഠിക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മൈ കമ്പ്യൂട്ടർ ഓണാക്കാൻ എല്ലാ മൗസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ മൈ കമ്പ്യൂട്ടർ ഓണാക്കാൻ വേണ്ടി നമ്മൾ മൗസോടുകൂടി മൈ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്യുന്നു. പക്ഷേ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിൻഡോസ് കീ പ്രസ് ചെയ്തതിന് ശേഷം അടിക്കുക, അപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി അടിക്കാൻ പോവുകയാണ്. വിൻഡോസ് പ്രസ് ചെയ്തു, അടിച്ചു. അപ്പോൾ നമുക്ക് മൈ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. ഓക്കെ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, വിൻഡോസ് അടിച്ചതിന് ശേഷം നമുക്ക് റൺ കമാൻഡ് അടിക്കണമെങ്കിൽ ഇതാ സ്റ്റാർട്ടിൽ പോയതിന് ശേഷം ഇവിടെ ഇതാ റൺ കമാൻഡ്. ഒരുപാട് കമാൻഡ് റണ്ണിൽ വർക്ക് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുതരും എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ റൺ എടുക്കാൻ നമ്മൾ മൗസ് പോയതിന് ശേഷം ഈ റണ്ണിൽ പോകാൻ ചെയ്യുകയാണ്. പക്ഷേ കീബോർഡിലെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ വിൻഡോസ് കീ പ്രസ് ചെയ്തതിന് ശേഷം അടിക്കുക, അപ്പോൾ ഞാനിത് അടിക്കുന്നു, വിൻഡോസ് R. ഓക്കെ, റൺ കമാൻഡ് ഓപ്പൺ ആക്കി. അതുപോലെ തന്നെ സെർച്ച് ബോക്സ് കിട്ടണമെങ്കിൽ, സെർച്ച് ഓപ്ഷൻ കിട്ടണമെങ്കിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം F അടിക്കുക, വിൻഡോസ് F. ഞാനിതാ F അടിച്ചു. വിൻഡോസ് F അടിച്ചതിന് ശേഷം നമുക്ക് പിക്ചേഴ്സ് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇതിലുള്ള പിക്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് F ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് വിൻഡോസ് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് വിൻഡോസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി പെട്ടെന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് സാധാരണയായിട്ട് മിനിമൈസ് ബട്ടൺ ഉണ്ടാകാറ്. അപ്പോൾ ഓരോന്ന് നമുക്ക് മിനിമൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് പ്രസ് ചെയ്തതിന് ശേഷം അടിച്ചാൽ മതിയാവും. അപ്പോൾ വിൻഡോസ് ഞാൻ പ്രസ് അടിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം വിൻഡോസിനെ സംബന്ധിച്ചാണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ മൈ കമ്പ്യൂട്ടർ, ഏത് ഡ്രൈവാണ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. വിൻഡോസ് F എന്ന് പറഞ്ഞാൽ സെർച്ച് ബോക്സ്. വിൻഡോസ് R എന്ന് പറഞ്ഞാൽ റൺ കമാൻഡ്. വിൻഡോസ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു നോട്ട് പാഡ് എടുത്ത്, ഇനി അടുത്തത് വേർഡ് പാഡിൽ, നോട്ട് പാഡിൽ, മൈക്രോസോഫ്റ്റ് വേർഡിലെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോർമാറ്റിൽ ഫോണ്ടിൽ പോവുക. നമുക്ക് ഒരു 22, ഓക്കെ, 22 26 കുറച്ച് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ അടിച്ചു. ഓക്കെ, ഒരുപാട് കീസ് നമുക്കുണ്ട്. ഇവിടെ കീസ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പറയാനുള്ളത് കുറച്ച് കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ള ഓപ്ഷൻസാണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം അടിക്കുകയാണ്. കോപ്പി എന്നുള്ള എന്നാണ് ആദ്യത്തെ അക്ഷരം. അതുകൊണ്ട് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ കോപ്പിയാണ്. കൺട്രോൾ ഞാൻ അടിച്ചു. അതിനുശേഷം ഞാനിത് താഴത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൺട്രോൾ V എന്നാണ്. അപ്പോൾ ഞാനിത് കൺട്രോൾ V പ്രസ് ചെയ്തു. അപ്പോൾ മുകളിലത്തെ ഇത് തന്നെ ഇവിടെ പേസ്റ്റ് ആവുകയും ചെയ്യാണ്. അതെല്ലാം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ X, നേരത്തെ കൺട്രോൾ C ആണ് പറഞ്ഞത്, അത് C-ൻ്റെ തൊട്ടിപ്പുറം തന്നെയുള്ള കീ ആണ് X. കൺട്രോൾ പ്രസ് ചെയ്ത് X അടിച്ചാൽ കട്ട് ചെയ്യും. ഞാനിതാ ചെയ്യുകയാണ്, കൺട്രോൾ X കട്ട് ചെയ്താലും കോപ്പി ചെയ്താലും എല്ലാം നമുക്ക് പേസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ആവും, കൺട്രോൾ V. അതുപോലെ തന്നെ കൺട്രോൾ Z എന്നത് അൺഡു. നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്കത് പ്രീവിയസ് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി കൺട്രോൾ Z അടിച്ചാൽ മതി. കൺട്രോൾ Z അടിച്ചാൽ അൺഡു എന്നുള്ള ഓപ്ഷനാണ്. എന്തെങ്കിലും അക്ഷരങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യാം. കൺട്രോൾ Z ഞാൻ അടിച്ചു കഴിയും. കൺട്രോൾ Z ഇത് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൺട്രോൾ Y ആണ്. കൺട്രോൾ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡോ കൺട്രോൾ Y. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു എക്സ്പ്ലോറർ ഓൺ ചെയ്തു, അതിൽ 2-3 സെക്ഷൻസ് ഗൂഗിൾ ഇവിടെ സെലക്ട് ചെയ്തു. അടുത്ത ഒരു പേജിൽ യാഹൂ എടുത്തു, അതിനുശേഷം ടെക്നോളജി ന്യൂസ് എടുത്തു, അതിനുശേഷം ഒരുപാട് സെക്ഷൻസ് എടുത്തു എന്ന് ഇരിക്കുക. നമുക്ക് അറിയാതെ ഒന്ന് നമ്മളോട് ഡിലീറ്റ് ചെയ്തു പോയി. ഉദാഹരണത്തിന് ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു പോയി.
അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ഡിലീറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ടി എന്നടിച്ചാൽ മതി. ടീച്ചർ എന്നുള്ള ടി അടിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, കൺട്രോൾ ഷിഫ്റ്റ് ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് എൻ്റെ നെറ്റ്വർക്കിംഗ് കുറച്ച് സ്ലോ ആണ്. അതെ, തീർച്ചയായും ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്, ടെക്നോളജി ന്യൂസ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടെക്നോളജി ന്യൂസ് തിരിച്ച് വരാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ടി എന്ന് അടിച്ചാൽ മതി. പിന്നെ നമുക്കിത് സൂം ചെയ്ത് കാണണമെങ്കിൽ ചില നോട്ട്സിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് വിൻഡോസ് കീ പ്രസ് ചെയ്തതിന് ശേഷം പ്ലസ് മൈനസ് എന്നതാണ്. പക്ഷേ എൻ്റെ വിൻഡോസ് XP ആണ്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ കീബോർഡിൽ കൺട്രോളാണ് പ്രസ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് പ്ലസും മൈനസും കിട്ടിയത്. അപ്പോൾ കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇതിൻ്റെ സൈസ് വലുതാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൈനസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചെറുതാവുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവസാനമായിട്ട് നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നിങ്ങളുടെ സോഫ്റ്റ്വെയർസ് ഇവിടെ ഡെസ്ക്ടോപ്പിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഞാനിതാ ഗൂഗിൾ ക്രോമിൽ ഞാനൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഗൂഗിൾ ക്രോമിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് കട്ട് കീ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്, കൺട്രോൾ ആൻഡ് ആൾട്ട്, അതിനുശേഷം ഏത് കീ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കൺട്രോൾ ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം Z എന്നത് അടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കട്ടിൻ്റെ നണ്ണ് ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ Z അടിക്കുകയാണ്. കൺട്രോൾ ആൾട്ട് Z. ഓക്കെ, കൺട്രോൾ Z അടിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ആൾട്ട് Z വരുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ഉടനെ നിങ്ങൾക്ക് വരുന്നതാണ്. കമ്പ്യൂട്ടർ സംബന്ധിച്ചുള്ള എല്ലാ ട്രിക്സും സീക്രറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകളായിട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം.